ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസ് കോർണർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പരിസ്ഥിതി ദിന ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള 20 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ക്വിസ് വീഡിയോകൾക്കായി മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ഏണസ്റ്റ് ഹെക്കൽ. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പരിസ്ഥിതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം വെസ്റ്റ് ബംഗാൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം കാവുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ആർതർ ടാൻസ്ലി. നിങ്ങൾക്കായി ഒരു ചോദ്യം. കേരളത്തിൻ്റെ നിലവിലത്തെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ആരാണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തൂ. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം എടവക, വയനാട്. ചിന്നാർ സംരക്ഷണ മേഖല ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടുക്കി ജില്ലയിൽ. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏതാണ്? ഉത്തരം സൈലന്റ് സ്പ്രിംഗ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ്? ഉത്തരം പ്രാവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നാഗാർജുന സാഗർ ടൈഗർ റിസർവ്, ആന്ധ്രാപ്രദേശ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ്? ഉത്തരം വേപ്പ്. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. കേരളത്തിലെ കണ്ടൽ കാടുകളെക്കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. കൂടുതൽ പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.